നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയട്ടെ. ഇപ്പോൾ ഒരു യൂണിഫോം റോഡ് ഉണ്ടെന്ന് വിചാരിക്കേ. ഒരു റോഡ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതിനെനിക്ക് ബാലൻസ് ചെയ്ത് നിർത്തണം. ഈ റോഡിനെ എനിക്ക് ബാലൻസ് ചെയ്ത് നിർത്തണം. ഞാൻ എവിടെ വിരൽ വെച്ചിട്ട് എനിക്കിതിനെ ബാലൻസ് ചെയ്ത് നിർത്താം? ഇത് യൂണിഫോം റോഡാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മിഡിലിൽ ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിനെ എനിക്ക് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും. ശരിയല്ലേ? ഓക്കെ ആണോ? അതാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ, ഇപ്പോൾ ഇത് യൂണിഫോം അല്ലെങ്കിലോ, ഇപ്പോൾ ഇങ്ങനെയാണെങ്കിലോ റോഡ്, അതായത് ഒരു എൻഡിൽ സ്വല്പം വെയിറ്റ് കൂടുതലാണ്. ഞാൻ എവിടെ ഫിംഗർ വെച്ചിട്ട് ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്താം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം മിഡിലാവില്ല, സ്വല്പം ഇങ്ങോട്ട് നീങ്ങിയിട്ടായിരിക്കും. അപ്പോൾ അതാണ് അവിടുത്തെ സെൻറ്റർ ഓഫ് മാസ്. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പോയിൻറ്റ് അറ്റ് വിച്ച് ദ എൻറ്റയർ മാസ് ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എല്ലാ മാസും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു അസംഷനാണ്. കാരണം എന്താണ്, ഞാൻ അവിടെ ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിനെ മുഴുവനും എനിക്ക് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും അല്ലേ? അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് സെൻറ്റർ ഓഫ് മാസ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും പറയാം, ഇറ്റ് ഈസ് ദ പോയിൻറ്റ് അറ്റ് വിച്ച് വി ക്യാൻ ബാലൻസ് ദ എൻറ്റയർ മാസ്. അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ ഇങ്ങനെ എഴുതേണ്ടത്: ഇറ്റ് ഈസ് ദ പോയിൻറ്റ് അറ്റ് വിച്ച് ദ എൻറ്റയർ മാസ് ഈസ് അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. Okay, it is the point at which the entire mass of the system is assumed to be concentrated. അപ്പോൾ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് നമുക്ക് നോക്കാം. ആദ്യത്തത് യൂണിഫോം റോഡാണ് പറയാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, എങ്കിലും ഒന്നുകൂടി പറയുകയാണ്. യൂണിഫോം റോഡ്, ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെ വരും? യൂണിഫോം റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അല്ല, എല്ലായിടത്തും ഒരേപോലത്തെ മാസ്സാണ്, എല്ലായിടത്തും ഈക്വലായിട്ട് മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇരിക്കുകയാണ്. ഒരു യൂണിഫോം റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും എന്ന് അറിയാമോ? അതിൻ്റെ മിഡിലാണ്, ഇവിടെയായിട്ട് വരും. അവിടെയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. CM എന്ന് ഡിനോട്ട് ചെയ്യാം. അതൊരു പോയിൻ്റാണ്. ഇപ്പോൾ യൂണിഫോം റോഡിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? അറ്റ് ദ സെൻറ്റർ ഓർ അറ്റ് ദ മിഡിൽ പോയിൻറ്റ്, മിഡ് പോയിൻറ്റ്. പ്രോബ്ലങ്ങളിൽ നമുക്കത് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ യൂണിഫോം റോഡ് ക്ലിയർ ആയി. ഇനി അടുത്തത് ഒരു സർക്കുലർ ഷീറ്റ് ആണെങ്കിലോ? ഒരു സർക്കുലർ ഷീറ്റ് ആണെന്ന് വിചാരിക്കുക. സെക്കൻഡ്, ഇതൊരു സർക്കിളാണ്, സർക്കുലർ ഷീറ്റാണ്. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും എന്ന് പറയാമോ? ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിരിക്കും. കാരണം ഞാൻ അവിടെ ഫിംഗർ വെച്ചിട്ട് എനിക്കിതിനെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസ് അറ്റ് ദ സെൻറ്ററാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ്? രണ്ടാമത്തെ ഏതാണെന്ന് അറിയാമോ? രണ്ടാമത്തത് സെക്കൻഡ് വൺ ഈസ് സർക്കുലർ ഷീറ്റ്. ക്ലിയർ ആയല്ലോ? സർക്കുലർ പ്ലെയിൻ. പ്ലെയിൻ നമ്മളതിന് വേറൊരു പേര് ഉപയോഗിക്കാറുണ്ട്, ലാമിന. ലാമിന എന്ന് പറഞ്ഞൊരു ഷീറ്റ് എന്നുള്ള മീനിങ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സർക്കുലർ ഷേപ്പിലുള്ള യൂണിഫോം തിക്നെസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ബാലൻസ് ചെയ്ത് നിർത്താം. സെക്കൻഡ് ടൈപ്പ് ക്ലിയർ ആയല്ലോ, സർക്കുലർ ലാമിന. ഇനി തേർഡ്, റെക്റ്റാങ്കുലർ ലാമിന ആണെങ്കിലോ? റെക്റ്റാങ്കുലർ ലാമിന. ലാമിന എന്ന് പറഞ്ഞ ഷീറ്റ് ഹാവിങ് എ ഫിക്സഡ് തിക്നെസ്. ഒരു റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എവിടെ വെച്ച് ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുമെന്ന് പറയാമോ? ഇത് റെക്റ്റാങ്കുലർ ലാമിനയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്തുന്നത് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിരിക്കും. സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയഗണൽസ് വരയ്ക്കുക. അതേ ഇതുപോലെ നമ്മൾ ആ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽസ് വരയ്ക്കുക. ഡയഗണൽസ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുമല്ലോ, അവിടെയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. ക്ലിയർ ആയല്ലോ? ഈ ഫിഗർ ഇങ്ങനെ വരച്ചാൽ മതിയല്ലോ അല്ലേ? നമ്മുടെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് മനസ്സിലായല്ലോ? ആ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിലാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. ഇനി വേറൊന്ന് പ്രധാനപ്പെട്ടതാണ്, ട്രയാങ്കുലർ ലാമിന. ട്രയാങ്കുലർ ലാമിനയാണ് അടുത്തത്. ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് വരുന്നതെങ്കിലോ?
ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു ഷീറ്റ്, ഫിക്സഡ് തിക്നെസ് ഉള്ള ഷീറ്റ്. ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയായിരിക്കും? ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിരിക്കും. ഇതിൻ്റെ സെൻറ്റർ എങ്ങനെ കിട്ടണമെന്ന് പറഞ്ഞേട്ടെ. ഇതിൻ്റെ സെൻറ്ററിൽ ഫിംഗർ വെച്ചാൽ ബാലൻസ് ചെയ്ത് നിർത്താം. ഇതിൻ്റെ സെൻറ്റർ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സൈഡിൻ്റെ മിഡിൽ പോയിൻ്റ് എടുക്കുക. ഏതെങ്കിലും ഒരു സൈഡ് എടുക്കുക, മിഡിൽ പോയിൻ്റ് എടുക്കുക. മിഡ് പോയിൻ്റ് എടുത്തിട്ട് ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുക. നമ്മളതിനൊരു പേര് പറയും, മാത്സിൽ പഠിച്ചിട്ടുണ്ടോ? മീഡിയൻ എന്നാ പറയുക. മീഡിയൻ. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ മിഡിൽ പോയിൻ്റ് എടുക്കുക, ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയിട്ട് ജോയിൻ ചെയ്യുക. ഇതേപോലെ ഓരോ സൈഡിൻ്റെ മിഡിൽ പോയിൻ്റ് എടുക്കാൻ പോവാണ്. ഇവിടെ ഒരു സൈഡ് ഉണ്ട്, അതിൻ്റെ മിഡിൽ പോയിൻ്റ് എടുത്തു, എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയിട്ട് ജോയിൻ ചെയ്ത്. കണ്ടില്ലേ? ഇതിപ്പോൾ റഫ് ഫിഗറാണ്. അതുപോലെ ഇവിടെ മിഡിൽ പോയിൻ്റ് എടുക്കുന്നു, ഓപ്പോസിറ്റ് വെർട്ടെക്സ് ആയിട്ട് ജോയിൻ ചെയ്യുന്നു. എല്ലാവരും കൂടി ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ എന്താ സെൻറ്റർ ഓഫ് മാസ് എങ്ങനെ പറയാം നമുക്ക്? CM ഈസ് ആറ്റ് എവിടെയാണ്? അറ്റ് ദ സെൻട്രോയിഡ് എന്ന് പറയും. സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഈ മീഡിയൻസ് എല്ലാം ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ സെൻട്രോയിഡ്. സെൻറ്റർ ഓഫ് മാസ് ഈസ് അറ്റ് ദ സെൻട്രോയിഡ്. ഇത്രയും കാര്യങ്ങൾ ബൈ ഹാർട്ടാക്കി വെക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ?